സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സുരേഷ് അവരുടെ എല്ലാ മഹാവ്യക്തികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ശ്രീ റെസ്റ്റ് ചെയർമാൻ ക്ഷണിച്ചുകൊടുക്കുന്നു. ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വന്നിട്ടുള്ള കേരള സർക്കാർ ഇതിനെതിരെ ശക്തമായ ഒരു പോരാട്ടത്തിൽ ലഹരിക്കുന്ന ഈ നമ്മുടെ യുവതലമുറയെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുള്ളതുപോലെ തന്നെ പൊതുസമൂഹത്തിനുമുണ്ട്, എല്ലാ രക്ഷിതാക്കൾക്കുമുണ്ട്. ബഹുമാനപ്പെട്ട ബിജു സാറാണ്, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്ത് അതിന് നമ്മുടെ മാധ്യമപ്രവർത്തനം കൂടിയായിട്ടുള്ള നമ്മുടെ സന്തോഷ് വേങ്ങേരി അവരാണ് ഈ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഈ വന്ന ആളുകൾ ഓർമ്മിപ്പിക്കാൻ ഈ കുടുംബശ്രീ അംഗങ്ങൾ അവരോടൊക്കെ പറയേണ്ടത് ഇത്തരം ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിക്കൊണ്ട് നമ്മുടെ ഈ പൊതുസമൂഹത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ ലഹരി എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടും വ്യാപകം. ഈ ഒരു ജൂൺ 1 മുതൽ ഇന്നലെ 12 അതായത് 42 ദിവസം കൊണ്ട് ഈ തൂഫാൻ ലഹരി വ്യാപകമായിട്ട് നമ്മൾ തൂഫാൻ എന്ന പേര് നടക്കുക എന്നതാണ് ആ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യം. പിന്നെ അതിന്റെ ഏറ്റവും ഗുരുതരമായ കാര്യം 487 അതാണ് ഇതിന്റെ വലിയൊരു വിഷയം. പെൺകുട്ടികൾ പറഞ്ഞാൽ നമ്മൾ 22ന്റെയും 26ന്റെയും സാഹചര്യം കൊണ്ടോ മറ്റുള്ളത് പോലീസും നമ്മളെ ആരോഗ്യവകുപ്പും ചിന്തിക്കുന്നത് കാരണം അവർ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഒരു കരിയറാവില്ല, ML കണക്കുകൾ ഉപയോഗിക്കുന്നത്, പിന്നെ സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല. അപ്പൊ ഇതിന്റെയൊക്കെ ഗുണം ഒരു 8 മണിക്കൂർ വെച്ചാല് ആ 8 മണിക്കൂർ ഇത് അവിടുന്ന് എത്തിച്ച് നമ്മൾ ഇവിടുന്ന് പിള്ളേർ പോയിട്ട് വാങ്ങിയിട്ട് ബസ്സിൽ കൊണ്ടുവരിക. അപ്പൊ ആദ്യം ട്രെയിനിലല്ലേ ആദ്യം വരുന്നത്, അത് കർശന പരിശോധന. പിന്നെ ബസ്സിലാകുമ്പോൾ ബസ്സിൽ ഇപ്പോൾ എക്സൈസും പോലീസും ഫോണെ കാറിന്റെ മുന്നിൽ ഇരുത്തും. ബാംഗ്ലൂർ ഇപ്പം വരെ വീട്ടിലിടയിൽ നിന്ന് പഠിക്കാൻ വന്നാൽ മതി. അത് അവളെയും കൊണ്ട് ബാംഗ്ലൂർ പോയി മുന്നിൽ സീറ്റിൽ എത്തി. പോലീസ് കാണുമ്പോൾ എന്താ വിചാരിക്കുക, അത് ഒന്നിൽ അച്ഛനും പോളും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും. ഇപ്പൊ പിടിച്ചു കൊടുക്കുമ്പോ ഇപ്പൊ അങ്ങനെ എല്ലാവരും ചെക്ക് ചെയ്യും. ഈ പിടിക്കുമ്പോ പണ്ട് ഗോൾഡ് കഴിയുമ്പോൾ വയലാറിലേക്ക് വെച്ച് കൊണ്ടുവരുന്നത് ഇപ്പൊ MDMA കൊണ്ടുവരാൻ തുടങ്ങി. കടത്ത് കൂടാൻ കാരണം ഉപയോഗം കൂടിയില്ല. അപ്പൊ ഇതിനെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഇതേമാതിരി ഭാഗത്തുണ്ട്, പിന്നെ ആ സ്ഥലത്തിന് കുട്ടിക്കല്ല ബാക്കി എല്ലാ സ്ഥലത്തും ഈ സാധനം ഉണ്ട്. പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും ഇന്നിവിടെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒത്തുകൂടിയത്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അവര് മാധ്യമ ഫീൽഡിൽ പ്രവർത്തിക്കുന്നതാണ്. ഏതൊരു കേസെടുത്ത് കഴിഞ്ഞാലും അതിന് A to Z കാര്യങ്ങൾ അവരറിയും. ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത് അവരെ പുകയില ഉൽപ്പന്നം, അതിന്റെ മുകളിലേക്ക് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ്. ഇതിന്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പലരും തീരെ ഇരുന്ന് ശ്രദ്ധിക്കുന്നില്ല. അതിന്റെ അകത്തേക്ക് ഇതേപോലുള്ള ലഹരി പദാർത്ഥം നമ്മുടെ MDMA എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് എന്താണ് വലിയ തന്നെ എന്താണ് അത്രയും നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്ന നമ്മുടെ ശരീരത്തെ മദ്യമാണെങ്കിലും. ഇപ്പം ഒരു കലാവാസന കിട്ടുക എന്ന് പറഞ്ഞാല് അയാളെ മാത്രം കഴിവല്ല. ഇപ്പൊ ഈ മക്കൾ കലാവാസന ഉണ്ടെങ്കിൽ അയാളുടെ അച്ഛനും അമ്മയും അതിന്റെ പുറകിലുണ്ടാവും. അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് അത് അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സഹിച്ചു അത് ഡെവലപ്പ് ആക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇവരത് മനസ്സിലാക്കാതെ കമ്പനിയൊക്കെ കൂടി ഇതെല്ലാം അടിച്ച് 50 വയസ്സ് വരെ ജീവിച്ചോളൂ. അത്രയും കഴിവുള്ള കഴിവുകൾ ഉണ്ടാവുന്നതും ലഹരിയും തമ്മിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ലഹരി കഴിവിനെ നശിപ്പിക്കാൻ, ലഹരി ഉപയോഗിച്ചിട്ട് പ്രത്യേക ഒരു കഴിവും ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ പഠിക്കാതെ ചിലപ്പോൾ അങ്ങോട്ട് നിൽക്കുക, ചിലപ്പം അവൻ മാറിപ്പോ എന്താ സംഭവിക്കണെന്ന് വെച്ചാല് ആരും എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങളുടെ ഒരു വീഡിയോ ഫോട്ടോ നിങ്ങള് ആർട്ടിഫിഷ്യലായിട്ട് ആരോട് പ്രഗത്ഭരായ സിനിമാ താരങ്ങളോട് സംസാരിക്കുന്ന വീഡിയോ ഉണ്ടാക്കാനും മറ്റു മോശമൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു വലിയ വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കും. അതൊന്നും അല്ലാതെ തന്നെ ചാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ഈ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടിക്ക് തരാൻ പറ്റുള്ളൂ. പക്ഷെ ഇയാളെ പരിപാടി എന്ന് വെച്ചാല് ഇയാളെ ഫോണിലേക്ക് തുരുതുരാ കോളുകൾ അങ്ങനെ തലക്കെടുക്കുമ്പോ കുട്ടികൾക്ക് ഈ പുതിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഈ ട്രസ്റ്റിന്റെ ഭാരവാഹികൾക്കും അതിനായി ക്ഷണിച്ച നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇങ്ങനെ ഒരു ബോധവൽക്കരണ ക്ലാസ് നമുക്ക് വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ പ്രവർത്തകരും ഇവിടെ ഇരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ലഹരി എന്ന മാരക വിപത്ത് ഏറ്റവും പിച്ച ഒരു കുടുംബമാണ് എന്റേത് എന്നുള്ളത് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയുന്നതിന്
കുറവ് വിചാരിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. 2000-ൽ എൻ്റെ അച്ഛൻ മരണപ്പെട്ടത്. 2000-ൽ എൻ്റെ അച്ഛൻ മരണപ്പെട്ടത് ലഹരി എന്ന വിപത്തിനെ അടിസ്ഥാനമാക്കി. ജീവിച്ചു കഴിഞ്ഞ് പിന്നെ കുടുംബം നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് 2000-ൽ ആത്മഹത്യ ചെയ്ത ഒരു അച്ഛന്റെ മകളാണ് എന്ന് ഞാൻ വേദിയിൽ നിങ്ങളോട് പറയുമ്പോൾ അതൊരു മോശം. കാരണം അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം. എന്റെ കണ്ടു വളർന്ന അച്ഛൻ 2 മക്കളാണ്, ഒന്ന് ഞാനും ഒന്ന് എന്റെ അനിയൻ. ഇന്നിപ്പോ എന്റെ പടിയ ആള് 2014 മരണപ്പെട്ടു. ആ ആളും ആത്മഹത്യക്ക് വിധേയനായതാണ് മദ്യപാനം എന്ന ലഹരി. 2 അതാ ഞാൻ പറഞ്ഞ, ഒരു കുടുംബത്തിൽ 2 ആത്മഹത്യകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എഫക്ട് എത്ര ഉണ്ടാവും നിങ്ങളൊന്ന് ചിന്തിച്ചു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പോൾ മക്കൾ വന്നു കഴിഞ്ഞാൽ മൊബൈലായിട്ട് റൂമിന്റെ ഉള്ളിൽ കയറിയാൽ നമ്മളെ മക്കൾ പഠിക്കാനുള്ള ചിന്ത എനിക്കും നിങ്ങൾക്കുണ്ട്. പക്ഷെ നമ്മുടെ പ്രദേശം ഏറ്റവും കൂടുതൽ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശം. ഇതിലേക്ക് നമ്മുടെ നിയമങ്ങൾ മാറണം. നമ്മൾ ഓരോരുത്തരും അതിന് ബോധവാന്മാരാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അധികമായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ ഒരു പരിപാടിക്ക് വർദ്ധിച്ചുകൊണ്ട് നിർത്തുന്നു. ഏറ്റവും അധികം നേരിടുന്ന ഒരു മഹാവിപത്താണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ മാതാപിതാക്കളിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല, മാതാക്കളെ പേടിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചിരുന്നത്. എല്ലാ ആളുകളുടെയും എല്ലാ സഹായങ്ങളും ജനപ്രതിനിധി എന്ന നിലയിലും അല്ലെങ്കിലും ഈ ലഹരി ഒരുപാട് പോരാടിയ ആളാണ് ഞാൻ. എന്റെ കുടുംബത്തിലും ഇപ്പം തന്നെ ഇപ്പം ഇനി പറഞ്ഞ പോലെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറ്റം തന്നെ ഞാൻ കയറി വന്ന വീട് ഞാൻ പറയാ അതിൽ നിന്ന് മുക്തി നേടി ഒരു നല്ലൊരു കാലെടുത്ത് വെച്ച് നല്ലൊരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനെതിരെ നമ്മൾ ഓരോരുത്തരും ഓരോ നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ വീടുകളിൽ നിന്നായിരിക്കണം ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കുട്ടികളെ ഓരോ ദിവസം 1 മണിക്കൂറെങ്കിലും ആ കുട്ടികളെ ശ്രദ്ധിക്കാൻ നമ്മൾ ചെയ്യുന്നത്. ഞാൻ ചെറിയ മക്കളെ ഇന്ന് നമ്മൾക്ക് രക്ഷിതാക്കൾക്ക് സമയമില്ല. അതാണ് ഇന്നത്തെ സമയമൊക്കെ നമ്മൾ കണ്ടെത്തിയതല്ലോ. എന്നാലേ ഇന്ന് നമ്മുടെ സമൂഹമായി വളർന്നു വരുന്ന ഭാവി തലമുറ നല്ല സമൂഹത്തിലേക്ക് ഉയർന്നു വരണമെങ്കിൽ നമ്മൾ ഓരോരുത്തർ ഏതായാലും ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഇതിന്റെ പ്രവർത്തകർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിപ്രായം. കാരണം ഇന്നിപ്പോ നമ്മൾ ഈ വെള്ളിയറപ്പിൽ വേറെ ഒരു സംഘടിപ്പിച്ചിട്ടില്ല. അതിന് ഈ സംഘടന ഞാൻ മുട്ടങ്ങളും പ്രശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ വീട്ടിൽ കുട്ടികൾ ചോദിക്കുമ്പോൾ പൈസ കുട്ടികളെ മറ്റു സംസ്ഥാനത്ത് പഠിപ്പിക്കാൻ വിടാതിരിക്കുക. എന്തുകൊണ്ടെന്ന് സംസ്ഥാനത്ത് പഠിക്കുന്ന കുട്ടികൾ ഇത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ പണക്കാരന്റെ മക്കളും പാവപ്പെട്ട മക്കളൊക്കെ പഠിക്കുന്ന കോളേജിലെ മക്കൾക്ക് അച്ഛൻ 1000 അയക്കെന്ന് പറയുമ്പോൾ അയക്കാനില്ലെങ്കിൽ അവിടെ മറ്റുള്ളവരുടെ താഴെ വരും. അങ്ങനെ ഒരു കുറവുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് അവിടുത്തെ ലഹരി മാഫിയ ഒരു പൊതി കോഴിക്കോട് പോകുമ്പോൾ അല്ലെങ്കിൽ എറണാകുളം പോകുമ്പോൾ കൊണ്ടുപോകണമെന്ന് പറയുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ. പ്രത്യേകമായിട്ട് പറയാനുള്ളത് വേറെ ഒന്നല്ല, ക്ലാസ്സിലെ മിഠായികളൊക്കെ തരും. എന്ത് തന്നെ ഞങ്ങളെ കുട്ടികൾ പഠിക്കുന്ന സമയം പറയുന്ന ഒരു കാര്യമായിരുന്നു. ആരെന്ത് തന്നു കഴിഞ്ഞാലും അതൊന്ന് കഴിക്കാതെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ കാണിക്കുന്നു. ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ഇങ്ങനെ ഒരു കാര്യമാണ്. എന്ത് മുട്ടായി രൂപത്തിലൊക്കെ ഇപ്പൊ മയക്കുമരുന്ന് കിട്ടാനുള്ളതാണ്. ഈ പരിപാടി ചെറുതാണെങ്കിലും ഇത് സന്ദേശം വളരെ വ്യാപ്തമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആചരിക്കാൻ സാധിക്കട്ടെ. ഒരു നല്ല തലമുറയെ നമുക്ക് അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന് തുടർന്നുള്ള എല്ലാ പരിപാടികൾക്കും എല്ലാ ആശംസകളും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷ കല്ലൂരിയോട് കൂടി തിരിച്ചുവിടുന്നു.